ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ തിരിച്ച് എൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കുറച്ച് തിരക്ക് കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നലെ വീട്ടിൽ. അതാ താഴെ എല്ലാവരും ഇതാ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അമ്മ ദാ ഞങ്ങളെ തിരക്കി മുകളിലേക്ക് വന്നിട്ടുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതാ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നത്. അമ്മേൻ്റെ ഇടയിൽ ചെറുതായിട്ടൊക്കെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങി അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൂടി ഇറങ്ങാനുള്ളൂ. അച്ഛത എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛത ഓൾറെഡി ലേറ്റ് ആയി എന്ന് പറയുകയാണ്. 7 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തണം എന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, എവിടെ പോവുകയാണെങ്കിലും ലേറ്റ് ആയിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഞാൻ പോകുന്നതുകൊണ്ട് ഇതാ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. അവരത് അമ്മനോട് സംസാരിക്കുകയാണ്. അവരെല്ലാവരും കൂടെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അതുവരെ ഞാൻ കൂളായിട്ട് നിൽക്കുന്ന എല്ലാവരും കൂടെ കണ്ടപ്പോൾ എന്തോ ഒരു ചെറിയൊരു ടെൻഷൻ. അതിനിടയിൽ ജെനീഷേട്ടൻ വിളിച്ചു. ജെനീഷേട്ടൻ ഇതുപോലെ പെട്ടെന്ന് ഇറങ്ങാനൊക്കെ പറയാണ്, ലേറ്റ് ആവേണ്ട, എന്തായാലും 3 മണിക്കൂറിനുള്ളിൽ അവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പം പിന്നെ നമ്മളിനി ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹറിബറിയാവും, പിന്നെ ഒരു ടെൻഷനാവും. അപ്പോൾ അതിന് വേണ്ട പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി പറയാണ്. ഷാലു അമ്മ ഇതാ ബാഗൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അച്ഛനും അമ്മയും ഷാലും ചേച്ചിയാണ് വരുന്നത്. അവിടെ നിന്ന് അമ്മ വരുന്നില്ല കേട്ടോ, മക്കൾ വരുന്നില്ല. അവർ ഇന്നലെ കിടക്കാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നീതിയ എണീച്ചിട്ടുള്ളൂ, നായിക എണീച്ചിട്ടുമില്ല. അപ്പോൾ ദാ ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അതിന് ഞങ്ങൾ ഏകദേശം എയർപോർട്ടിൽ എത്താറായിട്ടോ. സാധാരണ ഞാനാണ് അച്ഛനാക്കാൻ വേണ്ടി പോവാറുള്ളത്, പക്ഷേ ഈ തവണ അച്ഛൻ എന്നെ ആക്കാനാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ എയർപോർട്ടിലേക്ക്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും. അവിടെ ഗാറ്റി മാനേജ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഫാമിലിയും ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്തു. അവരതാ മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അധികം സമയമൊന്നും അവിടെ നിന്നിട്ടില്ലായിരുന്നു. അവരെ കണ്ടു, ജസ്റ്റ് കുറച്ച് നേരം സംസാരിച്ചു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളിൽ നിന്ന് അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഒന്നാമത് ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഫുഡൊക്കെ എടുക്കേണ്ടി വന്നു. ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾക്ക് മിസ്സായി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. അവിടെ എന്താ ജസ്റ്റ് ഞങ്ങളിതാ ബുക്ക് സ്റ്റോളിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ബുക്സൊക്കെ നോക്കി. ബുക്സൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ നടന്നു. ആറ്റം ഉണ്ടായിരുന്നല്ലോ, അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ പതിയെ ഫ്ലൈറ്റ് വരാൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പതിയെ അവിടെ നടന്നു. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ, രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. ആറ്റയ്ക്ക് സാൻഡ്വിച്ച് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് ബർഗർ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പിന്നെ ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. ഫ്ലൈറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. മെട്രോയിലാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ തലേന്ന് കിടക്കാനൊക്കെ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മോർണിംഗിൽ നേരത്തെ എണീക്കൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഏകദേശം ഞാൻ ഇറങ്ങാനാകുമ്പോഴാണ് ഞാൻ എണീച്ചത്. ഞങ്ങളിതാ ബഹ്റയിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ലാൻഡ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ബഹ്റയിലെത്തി പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് ഏട്ടനൊക്കെ വിളിച്ചു പറഞ്ഞു എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അച്ഛനെയും അമ്മേനെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഇതിനെണ്ണൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ലഗേജ് എടുക്കലാണല്ലോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ഞങ്ങൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കറങ്ങി തിരിഞ്ഞ് എത്തണമല്ലോ. എൻ്റെ ലഗേജ് പെട്ടെന്ന് കിട്ടി. അങ്ങനെ ഗണേശിൻ്റെയും ആറ്റൻ്റെയും ലഗേജിന് വേണ്ടിയിട്ട് ആറ്റ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ചേട്ടൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടോ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഏട്ടനെയും എതിരെണ്ണയൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ഗാനേച്ചിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി പിന്നെ നേരെ പോയത് കോഴിക്കോട് സ്റ്റാറിലേക്കാണ്. അവിടെ നിന്ന് ഒരു ചട്ടിച്ചോറും പൈനാപ്പിൾ ജ്യൂസും കഴിച്ചപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പി ആയത്. ഞാൻ നോക്കിയത് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്